മാറപ്രയം ഓർത്തഡോക്സ് യുവന പ്രസ്ഥാനത്തിന്റെ നാടകം യൂദാസ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കുകയാണ്. സഹൃദയരെ, കലാസ്നേഹികൾ, നാടകത്തിന്റെ പാകപ്പിഴകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അനുഗ്രഹീതമായ കുട്ടികൾ തങ്ങളുടെ കല അവതരിപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ആശീർവാദവും അനുഗ്രഹവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ആരംഭിക്കുകയായി മാറപ്രയം ഓർത്തഡോക്സ് യുവന പ്രസ്ഥാനത്തിന്റെ യൂദാസ് 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 അഞ്ചാമത് നാടകം യൂദാസ്. നാടകം KG ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ഇസ്രായേൽ ജനത. തനിക്കായി മാത്രം ഒരു ജനത്തെ ഒരുക്കാൻ വേണ്ടി 4000 വർഷങ്ങൾക്ക് മുൻപ് കല്ദയ നാട്ടിലെ ഊരിൽ നിന്നും കർത്താവ് അബ്രാഹത്തെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു. മകനായി ഇസഹാക്കിനെ കൊടുത്തു. 12 ഗോത്രങ്ങളുടെ പിതാക്കന്മാരായി 12 മക്കളെ ഇസ്രായേലായ യാക്കോബിനും കൊടുത്തു. ഫറവോയുടെ കൊട്ടാരത്തിൽ രാജകുമാരനായി വളർന്ന മോശയെ കൊണ്ട് അടിമത്തത്തിന്റെ മുഖം കയറിയിരുന്ന ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ച് കാനാൻ ദേശത്ത് എത്തിച്ചു. കർത്താവിന് പ്രിയപ്പെട്ട ഒരു ജനമായി വളരാൻ യാഹോവേ അവർക്ക് നിയമങ്ങൾ കൊടുത്തു. സീനായി മലയിൽ വെച്ച് അവരുമായി ഉടമ്പടി ചെയ്തു. അവരോടൊത്ത് വസിക്കുന്നവര് സാക്ഷ്യപേടകത്തിൽ ഉപവിഷ്ടനായി. ജനത്തെ നയിക്കുവാൻ പുരോഹിതരെയും ന്യായാധിപരെയും പ്രവാചകരെയും അയച്ചു. കവണയും കല്ലുമായി നടന്ന ഇടയബാലനായ ദാവീദിനെ അഭിഷേകം ചെയ്യിച്ച് ബെത്ലഹേമിൽ നിന്നും സിയോൻ കുന്നിന്റെ ഉച്ചിയിലെത്തിച്ച് ഇസ്രായേലിന്റെ ശക്തനായ രാജാവാക്കി. മകനായ സോളമിനെ കൊണ്ട് തനിക്കായി മഹത്തായ ജെറുസലേം ദേവാലയം പണിയിപ്പിച്ചു. തന്റെ ജനതയുടെ രക്ഷയ്ക്കായി കർത്താവ് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. കാലത്തിന്റെ നിലവിൽ ദൈവപുത്രൻ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനായി ബെത്ലഹേമിലെ പുൽത്തുരുത്തിൽ പിറന്നു വീണു. 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു. അവസാനത്തെ 3 വർഷക്കാലം ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായി, സാമൂഹിക പരിഷ്കർത്താവായി, അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും അത്താണിയായി യൂദയായാലും ഗലീലയിലും സമറിയായാലും അവിടുന്ന് ചുറ്റി സഞ്ചരിച്ചു. ക്രിസ്തുവർഷം 30-ാം ആണ്ട് ഏപ്രിൽ മാസത്തിലെ ആദ്യ ഞായറാഴ്ചയായ 2-ാം തീയതി ഇസ്രായേലിന് വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ വിനീതദാസനായി ഒരു കഴുതപ്പുറത്തിരുന്ന് ജെറുസലേം നഗരത്തിലേക്ക് എഴുന്നള്ളി. 1000 വെള്ളവിരിച്ച് ഒരു നില കൊമ്പുകളുയർത്തി ഓശാനപാടി ആ തട്ടകസിച്ച് അവിടുത്തെ എതിരെ പ്രമുഖരുടെയും ഫരീസയരുടെയും നിയമജ്ഞരുടെയും യഹൂദ പ്രമാണികളുടെയും ചില്ലുമേടകൾ വിറച്ചു. ജെറുസലേം ദേവാലയത്തിലെ പ്രധാന പുരോഹിതനായ കയ്യഫാസിന്റെ നേതൃത്വത്തിൽ അവർ ഒത്തുകൂടി. കുറ്റം ചെയ്യാത്തവന്റെ മേൽ അവർ അനേകം കുറ്റങ്ങൾ ആരോപിച്ചു. അവനെ പിടിക്കാൻ അവർ തീരുമാനിച്ചു. എന്നാൽ അവന്റെ അടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ അവർക്ക് ഭയമായിരുന്നു. അതിനവർ ഒരൊറ്റുകാരനെ കണ്ടുവച്ചു. അവനെ വശത്താക്കാൻ പുരോഹിത പ്രമാണിയായ കയ്യഫാസ് അവന്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നു.
ഇസ്കാരിയോട്ട്, ഏതായി പെൺകുട്ടി? അവൾ ഭംഗിയായി നൃത്തം ചെയ്തിരിക്കുന്നു. അവൾ യഥാർത്ഥത്തിൽ ഒരു അടിമയാണ്. ആഫ്രിക്കയിലെ ഏതോ രാജ്യത്തു നിന്നും അടിമവ്യാപാരിയായ ഹാബാൻ വാങ്ങിക്കൊണ്ടുവന്ന് എനിക്ക് തന്നതാണ്. ഞാൻ അവൾക്ക് വിലയായി കൊടുത്തത് 30 ഷെക്കലാണ്. അവൾ നന്നായി പാടുകയും ചെയ്യും. ബ്യൂട്ടിത്താണ് അവളെ നൃത്തവും പഠിപ്പിച്ചത്. സീസർ തിരുമേനിയുടെ കൊട്ടാരം നർത്തകിയേക്കാൾ ഭംഗിയായി അവൾ നൃത്തം ചെയ്തിരിക്കുന്നു. അമ്മയില്ലാത്ത, സഹോദരൻ നഷ്ടപ്പെട്ട എന്റെ ഏകാന്തതയ്ക്ക് അവളാണ് തിരുമേനി ഒരു കൂട്ട്. ഇന്നേ ദിവസം അങ്ങ് അച്ഛനോടൊത്ത് ഇങ്ങോട്ട് വരാൻ എന്താണ് കാരണം? മകളെ, ഇന്ന് സംഘത്തിലെ സംഘത്തിന്റെ ആലോചനാ യോഗമുണ്ടായിരുന്നു. വളരെ നീണ്ട ചർച്ചകളുമായിരുന്നു. എന്തായിരുന്നു ഇത്ര പ്രധാന ചർച്ചാ വിഷയം? യഹൂദവർഗത്തിന്റെ കെട്ടുറപ്പിനെ, പുരോഹിതവർഗത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഉയർന്നിരിക്കുന്ന ആ ധൂമകേതുവിനെ ഉന്മൂലനം ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു ചർച്ച. ഏത് ധൂമകേതു? നസറത്തിൽ നിന്നും വന്ന ആ തച്ചന്റെ മകൻ യേശുവെന്നോ മറ്റോ ആണ് അവന്റെ പേര്. അവനെയല്ലേ കഴിഞ്ഞ ആഴ്ചവട്ടത്തിൽ ജനക്കൂട്ടം ഒരു കഴുതപ്പുറത്തിരുത്തി ജെറുസലേം നഗരവീഥികളിൽ കൂടി എഴുന്നള്ളിച്ചുകൊണ്ട് പോയത്? അതേ മകളെ, അവൻ തന്നെ. അഹങ്കാരിയായ അവൻ ജെറുസലേം ദേവാലയത്തിൽ അതിക്രമിച്ച് കവണ്ടിയെന്ന് അവിടെ കച്ചവടം ചെയ്തിരുന്ന ആട്, മാട്, പ്രാവ് കച്ചവടക്കാരെ അടിച്ച് പണവ്യാപാരികളുടെ തട്ടങ്ങൾ തട്ടിത്തെറിപ്പിച്ചു. അവിടെ പണം പലിശയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന നമുക്കും അവൻ എന്തുമാത്രം നഷ്ടം വരുത്തിയെന്നു. പുരോഹിതവർഗത്തെ അവൻ വെള്ളയടിച്ച് ശവകുടീരങ്ങളെന്ന് വിളിച്ചു. ശാലമോൻ രാജാവ് 40-ലേറെ വർഷങ്ങൾ കൊണ്ട് പണിത മഹത്തായ ജെറുസലേം ദേവാലയം ഇടിച്ചു പൊളിച്ചിട്ട് 3 ദിവസത്തിനകം വണ്ണത്തെ പോലെ പണിയാമെന്നവൻ ഭീപ്പെടുന്നു. താൻ ദൈവപുത്രനാണെന്നാണവൻ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നു. മകളെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ട എന്റെ എല്ലാ സ്വത്തുക്കൾക്കും ഏക അവകാശിയായ നിന്റെ ഏക സഹോദരൻ യൂദാസ് 3 വർഷങ്ങൾക്ക് മുമ്പ് വീട് വിട്ട് ഇറങ്ങിപ്പോയത് അവന്റെ പിന്നാലെ. യഹൂദ ജനതയുടെ നിലനിൽപ്പിന് തന്നെ അവൻ ഭീഷണിയായിരിക്കുകയാണ്. അവനെ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് തിരുമേനി നിങ്ങളത് പിടിക്കാത്തത്? യഹൂദ ജനതകൾക്കിടയിൽ ഭിന്നിപ്പും കലഹവും വിതയ്ക്കുന്ന അവനെ ബന്ധനസ്ഥനാക്കാനും വിസ്തരിക്കാനും ശിക്ഷ വിധിക്കാനും സൻഹദ്രീൻ സംഘത്തിനും പ്രധാന പുരോഹിതന്മാർക്കും അധികാരമില്ലേ? ഉണ്ട്. ജെറിക്കോയിൽ വെച്ച് നമ്മുടെ സേവകർ അവനെ പിടിക്കാൻ ശ്രമിച്ചതാണ്. അവർ പറയുന്നു അപ്പോഴവൻ മറഞ്ഞുപോയത്. ഒന്നിനും കൊള്ളാത്ത കഴുതകളാണ് നമ്മുടെ സേവക പഞ്ചകൾ. അവനും അവന്റെ ശിഷ്യന്മാരും ജെറുസലേത്തിൽ എത്തിയിട്ടുണ്ട്. മഹത്തായ ജെറുസലേം ദേവാലയം പിടിച്ചടക്കാനാണ് അവന്റെ പുറപ്പാടെന്നാണ് കേട്ടത്. ജനങ്ങളെ ഒരു വിപ്ലവത്തിന് അവൻ ഇളക്കി വിടുകയാണ്. സീസറിന് കപ്പം കൊടുക്കേണ്ടെന്ന് അവൻ ജനങ്ങളോട് പറയുന്നത് തന്നെ. അവനും ശിഷ്യന്മാരും ജെറുസലേമിൽ തന്നെ ഉണ്ടെങ്കിൽ അക്കൂട്ടത്തിൽ എന്റെ ജ്യേഷ്ഠൻ യൂദാസും കാണുമല്ലോ. ഉണ്ട് മകളെ, ഉണ്ട്. യൂദാസും ആ കൂട്ടത്തിൽ ഉണ്ടെന്നാണ് ചാരന്മാർ വന്ന് സംഘത്തിൽ അറിയിച്ചത്. എന്തെങ്കിലും പറഞ്ഞ് അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് കയ്യപ്പാസത്തിന് വേണ്ടി സേവക പ്രമുഖൻ മാർക്കസിനെ തന്നെ അയച്ചു. അതാ മാർക്കസ് വരുന്നുണ്ട്. മാർക്കസ്, നീ യൂദാസിനെ കണ്ടോ? കണ്ടു തിരുമേനി, കണ്ടു. ഗലീലിയക്കാരും സമറിയക്കാരുമായ ഒരു വലിയ ജനക്കൂട്ടം ആ നസ്രയന്റെ കൂടെയുണ്ട്. അവർ ഒരു രാജാവിനെ കണക്ക് അവനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്റെ മകൻ എന്തു പറഞ്ഞു നിന്നോട്? ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് യൂദാസിനെ ഒന്ന് കണ്ടുപിടിക്കാൻ, സംസാരിക്കാൻ ഞാൻ എന്ത് പാടുപെട്ടുന്നോ. ആവും, ആശ്വാസമായി. നിനക്കവനെ കാണാനും സംസാരിക്കാനും പറ്റിയല്ലോ. അവൻ ഇങ്ങോട്ട് വരും. അവിടുത്തെ പണത്തിന്റെ ഇടപാടൊക്കെ യുവദാസിന്റേതാണ്. അവരുടെ മനുഷ്യനെ സൂക്ഷിപ്പുകാരനും യുവദാസാണ്. നസ്രയന്റെ മറ്റു ശിഷ്യന്മാരൊക്കെ മീൻപിടുത്തക്കാരും തച്ചന്മാരും എഴുത്തും വായന അറിയാത്തവന്മാരും ഒക്കെയാണ്. അതുകൊണ്ട് അവിടെ നിന്നും വരാൻ യുവദാസിന് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജ്യേഷ്ഠൻ ഇങ്ങോട്ട് വരത്തില്ലേ? വരും, വരുത്താനല്ലേ ഞാൻ തന്നെ പോയത്. പിന്നെ തിരുമേനി, ആ നസ്രായനെ കണക്ക് തന്നെ ഒരുത്തൻ കൂടിയുണ്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ. ഇരട്ട പെറ്റ പോലെയുണ്ട്. നമുക്ക് കണ്ടാൽ തിരിച്ചറിയത്തില്ല ആരാണ് നസ്രാനെന്ന്. യൂദാസിന് അവന്റെ ഗുരുവിനെ തിരിച്ചറിയാൻ പറ്റത്തില്ലയോ? പിന്നെ അല്ലയോ, 3 വർഷം രാപ്പകൽ കൂടെ നടന്നവന് തിരിച്ചറിയാൻ പറ്റത്തില്ലാതെ വരുമോ? യുവദാസ് എനിക്ക് കാണിച്ചു തന്നല്ലോ നമ്മുടെ ഗുരുവിനെ. യൂദാസ് എപ്പോൾ വരുമെന്നാ നിന്നോട് പറഞ്ഞത്? പുറകെ വരുന്നത് തിരുമേനി. ജനങ്ങൾ
സംഭവിച്ചാൽ അത് വലിയ വിപ്ലവം തന്നെ ഉണ്ടാകും. അവന്റെ പുറകെ കൂടിയിരിക്കുന്ന ജനങ്ങൾ വിചാരിക്കുന്നത് അവൻ റോമക്കാരെ തോൽപ്പിച്ച് ജെറുസലേം പിടിച്ചടക്കുമെന്നും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് അവൻ ഇസ്രായേൽ ജനതയെ ഭരിക്കുമെന്നും ആണ്. ഇസ്രായേലിനെ ഭരിക്കേണ്ടത് ഒരു തച്ചന്റെ മകനും. നീ പോകൂ. ഈ യഹൂദായിൽ ആരും ഇല്ലാതിട്ട് വേണ്ടേ ഗലീലയിൽ നിന്നും വന്ന ഒരുത്തൻ ഇസ്രായേലിനെ ഭരിക്കാൻ? എന്റെ മകൻ ഒന്നിഞ്ഞു വരട്ടതിനു വേണ്ടി നമുക്ക് വഴിയുണ്ടാകാം. ജനങ്ങളെ അവൻ വഴിതെറ്റിക്കുക, ഇതിനൊരു അവസാനം ഉണ്ടാക്കിയേ പറ്റൂ. നസ്രായൻ ജെറുസലേമിൽ തന്നെ ഉണ്ടല്ലോ, ഇനി അവനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അനുവദിച്ചു. ജൂഡിത്ത്, യൂദാസ് വരുമ്പോൾ നീ തന്നെ അവനോട് പറയുക, അവന്റെ ഗുരുവിനെ നമുക്കൊന്ന് കാണിച്ചു തരാം. നസ്രയന്റെ തന്നെ മുഖച്ചായുള്ള ഒരു ശിഷ്യനും കൂടി ഉള്ളതുകൊണ്ട് യൂദാസ് കാണിച്ചു തന്നാൽ മാത്രമേ അവന്റെ ഗുരുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഇത് ചെയ്യുന്നതിന് യൂദായ്ക്ക് നല്ല പ്രതിഫലം കൊടുക്കണമെന്ന് വേണ്ടി കൊടുക്കാം. നീ പറഞ്ഞ് സമ്മതിപ്പിക്കുകയും. ഞാൻ പറഞ്ഞ യൂദാസ് ഇത് ചെയ്യുമോ? ചെറുപ്പത്തിലെ മാതാവ് നഷ്ടപ്പെട്ട എന്നെ തോളിലേറ്റി താനാട്ടുപാടി വളർത്തിയത് എന്റെ സഹോദരനാണ്. സമ്പത്തും പ്രൗഢിയും നിറഞ്ഞ ഈ വീട് വിട്ട് 3 വർഷങ്ങൾക്ക് മുമ്പ് നസ്രായന്റെ പുറകെ പോയവനാണ് യൂദ. ആ യൂദ ഞാൻ പറഞ്ഞാൽ അവന്റെ ഗുരുവിനെ നിങ്ങൾക്ക് കാണിച്ചു തരുമോ? സ്വന്തം പിതാവിനെയും ഏക സഹോദരിയെയും ഉപേക്ഷിച്ചു പോയവൻ ആരെയാണ് ഉപേക്ഷിക്കാത്തത്? നീ പറഞ്ഞാൽ യൂദാസ് കേൾക്കും. ഇത് ചെയ്താൽ നീയും നിന്റെ സഹോദരനും യഹൂദ ജനതയുടെ സംരക്ഷകരും പുരോഹിതവർഗത്തിന്റെ കണ്ണിയിൽ ഉണ്ണികളുമായി തീരും. അതാ യൂദാസ് വരുന്നു. ജൂഡിത്ത്, നീ സംസാരിക്കുക. ഞാനും നിന്റെ പിതാവും ഉള്ളിലിരിക്കാം. എന്റെ പൊന്നു ജ്യേഷ്ഠ, ജ്യേഷ്ഠനെ ഞാൻ കണ്ടിട്ട് എത്ര നാളായിരിക്കുന്നു. ഇത്ര നാളും എന്റെ ജ്യേഷ്ഠൻ എവിടെയായിരുന്നു? എന്റെ അനുജത്തി. എങ്കിലും എന്റെ ജ്യേഷ്ഠൻ എന്നെയും വയസ്സായ അച്ഛനെയും അനാഥരായി വിട്ടിട്ട് പോകാൻ മനസ്സ് വന്നല്ലോ. ഞങ്ങൾ എന്ത് അപരാധമാണ് ജ്യേഷ്ഠനോട് ചെയ്തത്? നിങ്ങൾ എന്നോട് അപരാധം ചെയ്യുകയും നിനക്കോ അച്ഛനോ അതിന് കഴിയുമോ? എനിക്ക് നിങ്ങളോട് പിണങ്ങാൻ പറ്റുമോ? പിന്നെ എന്തുകൊണ്ടാണ് ജ്യേഷ്ഠൻ ഞങ്ങളെ വിട്ടിട്ട് പോയത്? എന്റെ വീട്ടിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ നാട്ടിലെ ജീവിതം സഹിക്കാൻ വയ്യായിരുന്നു. അതെന്താ ജ്യേഷ്ഠ? യഹോവയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ ജനതയെ ഭരിക്കുന്നതിന് വേണ്ടി ശക്തനായ ദാവീദ് രാജാവ് നിർമ്മിച്ച ജെറുസലേം നഗരം കൈയടക്കി പാലസ്തീന ഭരിക്കുന്നത് റോമൻ ഗവർണർ. ഇസ്രായേൽ ജനത റോമാക്കാരുടെ അടിമകൾ. അത് ശരിയല്ലല്ലോ ജ്യേഷ്ഠ. റോമാക്കാർക്ക് മേൽക്കോയ്മ മാത്രമല്ലേ ഉള്ളൂ. പ്രധാന പുരോഹിത ഗണത്തിന്റെ നേതൃത്വത്തിലുള്ള സൻഹെദ്രീൻ സംഘമല്ലേ നമ്മളെ ഭരിക്കുന്നത്. പുരോഹിത പ്രമാണികളും ജനപ്രമാണികളും നിയമജ്ഞരും ഫരീസയരും അടങ്ങുന്ന സൻഹെദ്രീൻ സംഘം. അവർ 71 പേരുണ്ടായിട്ട് എന്തു ഫലം? പ്രധാന പുരോഹിതന്റെ താളത്തിനൊത്ത് തുള്ളുന്നവരല്ലേ അവരെല്ലാവരും. യഹൂദ വംശത്തെ നയിക്കുവാൻ യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ ലേവായ വംശത്തിൽ പിറന്ന അഹറോന്റെ പിൻഗാമികളായ പുരോഹിതന്മാർ. അതെ, പക്ഷേ ഇന്നവർ ദേവാലയത്തിന്റെ മറവിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ മുഴുവനും അനുഭവിച്ച് സുഖലോലുപന്മാരായി കഴിയുന്നു. റോമൻ ഭരണാധികാരികൾക്ക് സ്തുതി പാടും. യഹോവയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം റോമാക്കാരുടെയും പുരോഹിതവർഗത്തിന്റെയും അടിമകളായി കഴിയുന്നു. തന്റെ ജനതയെ നയിക്കുവാൻ കാലാകാലങ്ങളിൽ ദീർഘദർശികളെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും തിരഞ്ഞെടുത്തയച്ച യഹോവ ഇന്ന് എന്തുകൊണ്ടാണ് നിശബ്ദനായിരിക്കുന്നത്? യഹൂദ ജനതയുടെ രക്ഷയ്ക്കായി ശക്തനായ ഒരു രക്ഷകനെ, രാജാവിനെ അയക്കുമെന്നാണ് യഹോവ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കകം എത്ര പേർ രക്ഷകരെന്ന് പറഞ്ഞ് റോമാക്കാർക്കെതിരെ വിപ്ലവത്തിനിറങ്ങി. ഗ്ലീലാക്കാരനായ യൂദാസും ജ്യേഷ്ഠന്റെ ആത്മമിത്രമായ ബറാബാസും ഉൾപ്പെടെ. പക്ഷെ അവരെല്ലാം റോമാക്കാരുടെ വാളിനിരയാവുകയോ കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെടുകയല്ലേ ഉണ്ടായത്. അതെ, നീ പറഞ്ഞത് ശരിയാണ്. പുരോഹിത വർഗത്തിന്റെ അനീതികളെയും റോമൻ ഭരണാധികാരികളുടെ ക്രൂരതകളെയും എതിർക്കാൻ ഇറങ്ങി പുറപ്പെട്ട ബറാബാസും അന്തോണിയോ കോട്ടയിലെ കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെട്ടിരിക്കുന്നു. ബറാബാസിനോട് നിനക്ക് ഇഷ്ടമായിരുന്നുവെന്നും എനിക്കറിയാം. ആ വേദന സഹിച്ച് ഞാൻ ഇന്നും ജീവിക്കുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് ജ്യേഷ്ഠൻ കൂടെ ഉണ്ടായിരുന്നപ്പോഴല്ലേ ബറാബാസ് ആ കൊലപാതകം നടത്തിയത്. കുറ്റവാളികളുടെ പട്ടികയിൽ നിന്ന് ജ്യേഷ്ഠനെ ഒഴിവാക്കാൻ നമ്മുടെ അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചു എന്ന് ജ്യേഷ്ഠ അറിവുള്ളതല്ലേ? എല്ലാം എനിക്കറിയാം. പിന്നെ എന്തിനാണ് 3 വർഷങ്ങൾക്ക് മുമ്പ് ജ്യേഷ്ഠൻ വീട് വിട്ടുപോയത്? യഹൂദ ജനതയുടെ അടിമത്തത്തെ പറ്റി ഓർത്ത് എന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോഴാണ് നസറേയനായ യേശുവിന്റെ സ്വരം എന്റെ കാതുകളിൽ പതിച്ചത്. നിർത്ത് ജ്യേഷ്ഠ.
എന്റെ ജ്യേഷ്ഠനെ ഞങ്ങളിൽ നിന്ന് അകറ്റിയത്? അദ്ദേഹം ദ്രോഹിയല്ല. യഹൂദ ജനതയുടെ മോചനത്തിനായി യഹോവ വാഗ്ദാനം ചെയ്തിട്ടുള്ള രക്ഷകനാണ് നസ്രയനായ യേശു. എങ്കിൽ യുഗങ്ങളായി ആ രക്ഷകന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന പുരോഹിത പ്രമാണികൾക്ക് ആ രക്ഷകനെ കാണിച്ചു കൊടുക്കൂ. അവർ കൂടി അദ്ദേഹത്തെ ആദരിക്കട്ടെ. എന്റെ മകനെ യൂദ, നിന്നെ ഞാൻ കണ്ടിട്ട് എത്ര നാളായിരിക്കും. അച്ഛാ, തിരുമേനി, നഷ്ടപ്പെട്ട എന്റെ മകനെയാണ് ഇന്ന് എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. പൂർവ്വപിതാവായ യോബിനേക്കാൾ സന്തോഷവാനാണ് ഞാൻ. എന്റെ മകനെ തിരിച്ചു തന്ന യഹോവയ്ക്ക് സ്തുതി. യൂദാസ്, കഴിഞ്ഞ ഞായറാഴ്ച ദിവസം നിങ്ങൾ ശിഷ്യന്മാർ ഒരു കഴുതപ്പുറത്തിരുത്തിയല്ലേ നസ്രയനായ യേശുവിനെ ജെറുസലേം നഗരവീഥികളിൽ കൂടി എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നത്? ഞങ്ങൾ മാത്രമല്ല തിരുമേനി, ജെറുസലേം നിവാസികൾ മുഴുവനുമാണ്. വെള്ളം വിരിച്ച് ഒരു വിലക്കും ഉയർത്തി ഓശാന പാടി യേശുവിനെ എതിരേറ്റ് എഴുന്നള്ളിച്ചത്. ഇങ്ങനെ എഴുന്നള്ളിക്കാൻ മാത്രം എന്തു മഹത്വമാണ് ആ മനുഷ്യനിൽ നിങ്ങൾ കാണുന്നത്? കഴിഞ്ഞ 3 വർഷക്കാലം ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം യൂദയായിലെയും ഗലീലയിലെയും സമരിയായിലെയും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സമതലങ്ങളിലും തീരങ്ങളിലും രാപകരന്തിയെ സഞ്ചരിച്ചു. ഞങ്ങൾ ചെന്നിടത്തെല്ലാം ആയിരങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ തടിച്ചുകൂടി. ഓ, അപ്പോൾ ഒരു നല്ല പ്രാസംഗികനാണ് യേശു അല്ലേ? ജനങ്ങളെ പറഞ്ഞിളക്കാൻ കഴിവുള്ള ഒരു പ്രാസംഗികൻ. പ്രാസംഗികൻ മാത്രമല്ല, ഞങ്ങൾ ചെന്നിടത്തെല്ലാം അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തി, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു, കടലകൾക്ക് മീതെ നടന്നു, മരിച്ച ലാസറിനെ ഉയർത്തിപ്പിച്ചു. ഇതെല്ലാം നിങ്ങൾ ശിഷ്യന്മാർ പറഞ്ഞു വരുത്തുന്നതല്ലേ? ഇതെല്ലാം നീ നേരിട്ട് കണ്ടിട്ടുണ്ടോ യുവ? അതെ, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുള്ളതാണ്. യഹൂദ ജനതയ്ക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള രക്ഷകനാണ് യേശുവെന്ന് എന്റെ ജ്യേഷ്ഠൻ വിശ്വസിക്കുന്നുണ്ടോ? എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത ഞാൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? നേരിട്ട് കണ്ടു ബോധ്യപ്പെടാതെ അവന്റെ ശക്തി ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും യൂദാസ്? ജ്യേഷ്ഠ, അങ്ങയുടെ ഗുരുനാഥൻ ഇപ്പോൾ ജെറുസലേമിൽ തന്നെ ഉണ്ടല്ലോ. അദ്ദേഹത്തെ പുരോഹിതന്മാർക്കൊന്ന് കാണിച്ചു കൊടുക്കൂ. മകനെ, നിന്റെ ഗുരു വാഗ്ദത്തം ചെയ്യപ്പെട്ട രക്ഷകനാണെങ്കിൽ പുരോഹിതർക്ക് അവന്റെ മഹത്വം ബോധ്യപ്പെടുമല്ലോ. അപ്പോൾ യഹൂദജനം മുഴുവൻ അവനെ വണങ്ങും. അതല്ല, അവൻ വെറും ഒരു കള്ളപ്രവാചകനും തട്ടിപ്പുകാരനുമാണെങ്കിൽ നീ അവന്റെ പുറകെ നടക്കേണ്ട കാര്യമില്ലല്ലോ. ശരിയാണ് നിങ്ങളെല്ലാം പറയുന്നത്. എന്റെ ഗുരുവിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് തന്നെ. ഇന്ന് ഗുരു ഞങ്ങളോടൊന്നിച്ച് സഹിയോനിൽ അത്താഴത്തിനിരിക്കുന്നുണ്ട്. അതിനുശേഷം ഗുരു എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിഞ്ഞിട്ട് ഞാൻ വരാം. അതിന് നിനക്ക് ഞങ്ങൾ പാരിതോഷികവും തരാം. 30 വെള്ളിക്കാശ്. എന്റെ ഗുരുവിന്റെ വില 30 വെള്ളിക്കാശ്. ഇതൊരു അടിമയുടെ വില പോലും ആകുന്നില്ലല്ലോ. ഇത് വിലയല്ല യൂദാസ്. യേശുവിന്റെയും ശിഷ്യന്മാരുടെയും മടിശീല സൂക്ഷിപ്പുകാരൻ നീയല്ലേ? നിങ്ങളുടെ ചിലരിലുള്ള ഒരു സംഭാവന മാത്രം. ശരി, സമ്മതിച്ചിരിക്കുന്നു. എന്റെ ഗുരു യഹോവ വാഗ്ദത്തം ചെയ്ത ദൈവപുത്രനാണെന്ന് നിങ്ങളും അംഗീകരിക്കേണ്ടി വരും കയഫാസ് തിരുമേനി. യൂദാസ്, നീ യെരൂശലേം ദേവാലയത്തിലേക്ക് വരും. അവിടെ കൂടിയിരിക്കുന്ന മറ്റു പുരോഹിതരും ഫരീസയരും നിയമജ്ഞരും നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. യൂദാസ്, നീ യഹോവയാൽ അനുഗ്രഹീതനാണ്. ഇനിയും നിന്റെയും നിന്റെ കുടുംബത്തെയും പുരോഹിത ഗണവും സംഘത്തിനെയും സംഘവും ആദരവോടുകൂടിയേ കാണുകയുള്ളൂ. ഇതാ ഞാനും വരുന്നു. നമുക്ക് വലിയ ലാഭമാണ് മകളെ ഉണ്ടാകാൻ പോകുന്നത്. നസ്രായൻ യഥാർത്ഥത്തിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടവനാണെങ്കിൽ പുരോഹിതർക്കും സംഘത്തിനെയും സംഘത്തിനും അവനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവായ മുഖ്യസ്ഥാനം യൂദായിക്കായിരിക്കും. അതല്ല, അവൻ വെറുതെ വീമ്പ് പറഞ്ഞു നടക്കുന്നവനാണ്. അവന്റെ കാപട്യം തെളിയിച്ച യൂദ യഹൂദ ജനതയുടെ ആരാധനാപാത്രമാണ്. നമ്മുടെ കുടുംബം ബഹുമാനിക്കപ്പെടുകയും ചെയ്യും. യൂദ നസ്രായന്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിനായി ഈ പെസഹ നമുക്ക് ആഘോഷിക്കാം. നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ വേലക്കാരും അടിമകളും എല്ലാം പങ്കുചേരട്ടെ. മാർഗ്രറ്റ്, വരൂ, ആനന്ദ നൃത്തം ചെയ്യൂ.
നാട്ടിലെല്ലാം നരകത്തിന്റെ വിദ്യുതച്ച നസറായനായ യേശുവിനെ നമുക്ക് ബന്ധനത്തിലാക്കാൻ സാധിച്ചിരിക്കുന്നു. താൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ടനാണെന്ന് മോശയുടെ മതം വ്യാജമാണെന്നുമാണ് അവർ ജനങ്ങളോട് പ്രസംഗിച്ചു നടന്നത്. സംഘത്തിനെയും സംഘത്തിലെ ഒരു അംഗം കൂടിയായ ഇസ്കാരിയോത്തിന്റെ ഓമനപുത്രൻ യൂദാസിന്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് അവനെ നമുക്ക് പിടിക്കാൻ സാധിച്ചത്. ഈ സൽപ്രവൃത്തിക്ക് യഹോവ നിങ്ങളെയും കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇസ്കാരിയോട്ട് നിയമം അണുവിട തെറ്റിക്കാതെ ജീവിക്കുന്ന എനിക്കും കുടുംബത്തിനും യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങയുടെ ആശീർവാദവും വാത്സല്യവും മാത്രം മതി തിരുമേനി. ദേവാലയത്തിലും ജനങ്ങളുടെ ഇടയിലും പരസ്യമായിട്ടാണ് യേശു പ്രസംഗിച്ചിരുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി യേശു ജെറുസലേമിൽ തന്നെ ഉണ്ടായിരുന്നു. ദേവാലയത്തിൽ വെച്ചാണ് യേശു ഫരീസയരോടും നിയമജ്ഞരോടും തർക്കത്തിൽ ഏർപ്പെടുന്നത്. ആ യേശുവിനെ ബന്ധിക്കാൻ ഒരു ചതിയനെ പണം കൊടുത്ത് വശത്താക്കേണ്ടതുണ്ടായിരുന്നു. നിർത്തൂ മനുഷ്യ, എന്റെ മകൻ ചതിയനാണ്. നിങ്ങൾ എന്താണ് പറഞ്ഞത്? യഹൂദയർക്ക് മഹത്തായ സേവനം ചെയ്യുന്നവനാണ് എന്റെ മകൻ. പ്രധാന പുരോഹിതൻ നിർബന്ധിച്ച് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അവൻ തന്റെ ഗുരുവിനെ കാണിച്ചു തരാൻ തയ്യാറാണ്. അതിൽ അവനെ പ്രതിഫലമായി കൊടുത്തത് 30 വെള്ളിക്കാശുമാണ്. യേശുവിന്റെ വില 30 വെള്ളിക്കാശും. അത് നിങ്ങൾ വാങ്ങിയ ആഫ്രിക്കക്കാരി അടിമ പെൺകുട്ടിക്ക് കൊടുത്ത വിലയല്ലേ ആകുന്നുള്ളൂ? ജോസഫ് 30 ഷെക്കലാണ് യേശുവിന്റെ വിലയായി യൂദാസിന് കൊടുത്തത്. പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള മോശയുടെ നിയമം നിങ്ങൾക്കറിയില്ലേ? ഒരു കാള ഒരു അടിമയെ കുത്തി കൊല്ലുകയാണെങ്കിൽ ഉടൻ തന്നെ കാളയുടെ ഉടമ അടിമയുടെ വിലയായി 30 ഷെക്കൽ അടിമയുടെ കൊടുക്കണമെന്ന് ആ നിയമം നമ്മൾ പഠിച്ചിരിക്കുകയാണ്. അതേ ജോസഫ്, യഹൂദ നിയമം ഒരു അടിമയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന വിലയായ 30 ഷെക്കലാണ് യേശുവിന്റെ വിലയായി നമ്മൾ യൂദാസിന് കൊടുത്തിട്ടുള്ളത്. നാം വില കൊടുത്ത് വാങ്ങിയ അടിമയെ എന്ത് ചെയ്യാനും നമുക്ക് അവകാശമുണ്ട്. നിയമപ്രകാരമാണ് നിങ്ങൾ എല്ലാം ചെയ്യുന്നത് അല്ലേ? തീർച്ചയായും നിയമത്തിന് വിരുദ്ധമായി നമ്മൾ ഒന്നും ചെയ്യുകയില്ലല്ലോ. പ്രധാന പുരോഹിതൻ, നിങ്ങളും സൻഹദ്രീൻ സംഘവും യേശുവിനെ വിസ്തരിച്ചു കഴിഞ്ഞാലും എന്ത് കുറ്റമാണ് അദ്ദേഹം ചെയ്തത്? ആ വിസ്താരത്തിൽ എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചില്ല. എങ്കിലും സൻഹദ്രീൻ സംഘത്തിലെ ഒരു അംഗമായ എനിക്ക് അറിയാൻ അവകാശമുള്ളതല്ലേ? തീർച്ചയായും അന്നപുരോഹിത, അങ്ങയുടെ മുൻപിലല്ലേ ബന്ധിക്കപ്പെട്ട നസ്രായനെ ആദ്യം ഹാജരാക്കിയ സംഘങ്ങളുടെ സാന്നിധ്യത്തിൽ അങ്ങ് തന്നെയല്ലേ അവനെ ചോദ്യം ചെയ്തത്? അതെ, നിയമപ്രകാരമാണ് ചോദ്യം ചെയ്യൽ നടത്തിയത്. ഞാൻ പ്രധാന പുരോഹിതനായ കയ്യാഫാസും നിയമത്തിന് പരിശീലന മൂപ്പന്മാരും ഉൾപ്പെടെ സൻഹദ്രീൻ സംഘത്തിലെ 23 അംഗങ്ങൾ വിസ്താരത്തിൽ പങ്കെടുത്തിരുന്നു. അല്ല, സൻഹദ്രീൻ സംഘത്തിൽ ഞാൻ ഉൾപ്പെടെ 71 അംഗങ്ങളുണ്ടല്ലോ. ഞങ്ങൾ ആരെയും അറിയിക്കാതെ ഇത്ര തിടുക്കത്തിൽ ഒരു വിസ്താരം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. ജോസഫ്, പാതിര കഴിഞ്ഞപ്പോഴാണ് യേശുവിനെ ഞങ്ങളുടെ മുന്നിൽ ഹാജരാക്കി. അപ്പോൾ എല്ലാവരെയും അറിയിക്കുക സാധ്യമല്ലായിരുന്നു. നിയമപ്രകാരം 23 സംഘത്തിനെയും സംഘാംഗങ്ങൾ ഉണ്ടെങ്കിൽ ധാരാചാര്യ വിസ്താരം നൽകാൻ അവകാശമുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ ജോസഫ്? ഒന്നും അറിയാതെ ഒരു കൊച്ചു കുഞ്ഞല്ലേ അനുമതിക്കാരൻ ജോസഫ്. വിപ്ലവം പറഞ്ഞു നടന്ന ഒരുത്തന് നിയമപ്രകാരം വിസ്തരിച്ചത് കുറ്റം കണ്ടുപിടിക്കാനായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ആയുധമെടുക്കാനോ വിപ്ലവത്തിന് ഇറങ്ങാനോ യേശു ആഹ്വാനം ചെയ്തിട്ടില്ല. യേശുവിന്റെ വാക്കുകൾ കേൾക്കുകയും പ്രവൃത്തികൾ കാണുകയും ചെയ്തിട്ടുള്ളവർക്ക് തോന്നുന്നത് യഹോവ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള രക്ഷകനാണ് അവനെന്ന്. രക്ഷകൻ കഴിഞ്ഞ 200 വർഷങ്ങൾക്കിടയിൽ എത്ര പേർ രക്ഷകൻ എന്ന് പറഞ്ഞ് നടന്നു. അവരെല്ലാം കൊല്ലപ്പെടുകയോ ചത്തൊടുകയോ ചെയ്തില്ലേ? യഹോവ ശക്തനായ രാജാവിനെയാണ് വാഗ്ദാനം ചെയ്തത്. യഹൂദ ജനതയെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു രാജാവ്, ജെറുസലേമിനെ പുനരുദ്ധരിച്ച് സിംഹാസനം ഉറപ്പിക്കുന്ന ഒരു രാജാവ്. പക്ഷേ യേശയ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുള്ളത് യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്നും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്നുമല്ല. നിങ്ങളെന്ത് അസംബന്ധമാണ് ജോസഫ് പറയുന്നത്? യേശുവിന്റെ അച്ഛനല്ലേ അച്ഛനായ ജോസഫ്? യേശുവിന്റെ അമ്മ മേരി
കന്യകയായിരിക്കുമ്പോഴാണ് ഗർഭിണിയായതെങ്കിൽ ജോസഫ് അവളെ വിവാഹം ചെയ്യുമായിരുന്നു. അവൾ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായിരുന്നെങ്കിൽ അവളെ കല്ലെറിഞ്ഞ കൊല്ലത്തിലായിരുന്നു. അതോ നസ്രത്തിലെ യഹൂദർക്ക് ആ നിയമം ബാധകമല്ലായിരുന്നു? ആ, അതെനിക്കറിയില്ല. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു രാജാവിനെ പോലെയല്ലേ ഒരു കഴുതപ്പുറത്തെത്തി യേശു ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിച്ചത്? ഇത് സഖറിയ പ്രവാചകന്റെ പ്രവചനത്തിന്റെ പൂർത്തീകരണമല്ലായിരുന്നു? എന്ത് രാജാവിന്റെ എഴുന്നള്ളത്ത് കഴുതപ്പുറത്ത് കയറിയോ? നിങ്ങൾക്ക് തെറ്റിപ്പോയി ജോസഫ്. ജെറൂസലേം പുത്രി ആർക്കും വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ് എന്നാണ് സഖറിയാവ് പ്രവചിച്ചിട്ടുള്ളത്. അവൻ ജയശാലിയായിരുന്നെങ്കിൽ യൂദാസിന് അവനെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. നമുക്കവനെ ബന്ധനസ്ഥനാക്കാൻ പറ്റുമായിരുന്നു. യേശുവിനെ ബന്ധനത്തിലാക്കാൻ യൂദാസ് എന്ത് സഹായമാണ് ചെയ്തതെന്നത് അദ്ദേഹത്തിന്റെ മറ്റു ശിഷ്യന്മാർ തടയാൻ ശ്രമിച്ചില്ലേ? രാത്രി ഒത്തിരി ഇരുട്ടിയ ശേഷമാണ് യൂദാസ് ദേവാലയത്തിൽ കാത്തിരുന്ന ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അവൻ പറഞ്ഞു, അവന്റെ ഒരു ശിഷ്യന്മാരുമൊത്ത് ഒലിവുമലയുടെ സമീപത്ത് കെദ്രോൻ തോടിനപ്പുറമുള്ള ഗെത്സമേനി എന്ന ഒലിവുതോട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. താൻ സ്നേഹപൂർവ്വം കബളിച്ചുപ്പിക്കുന്ന ആളായിരിക്കും യേശുവെന്നും അയാളെ ബന്ധിച്ചു കൊള്ളണമെന്നും യൂദാസ് പറഞ്ഞു. അവന്റെ ശിഷ്യന്മാർ എന്തും ചെയ്യാൻ മടിയില്ലാത്ത മുക്കുവരും കുന്തക്കാരും വേശ്യകളും സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള വിപ്ലവകാരികളുമായിരുന്നതുകൊണ്ട് എതിർപ്പുണ്ടാകുമെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ദേവാലയ കാവൽക്കാരും നമ്മുടെ ചില സേവകരും ഇസ്രായേലിന്റെയും ചില പുരോഹിതരുടെയും നേതൃത്വത്തിൽ അപ്പോൾ തന്നെ യൂദാസിനോടൊപ്പം പോയി. നമ്മുടെ സേവക പ്രധാനിയായ മാൽക്കസ് അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ സംരക്ഷണത്തിനായി ശതാധിപൻ ക്ലീറ്റസും ഒരു കൂട്ടം റോമൻ പടയാളികളും പോയിരുന്നു. നസ്രായൻ വിപ്ലവകാരി മാത്രമല്ല, ഒരു മന്ത്രവാദി കൂടിയാണ്. ശരിയായിരിക്കണം. 12 വയസ്സിന് ശേഷം അവനെ ആരും കണ്ടിട്ടില്ലല്ലോ. 30ാമത്തെ വയസ്സിലല്ലേ അവൻ നാട്ടിൽ മടങ്ങി വന്ന് വിപ്ലവം പ്രസംഗിക്കാൻ തുടങ്ങിയത്. 18 വർഷക്കാലം അവൻ ഈജിപ്തിലും മറ്റും കറങ്ങി നടന്നു മന്ത്രവാദവും കൺകെട്ട് വിദ്യകളും പഠിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. അവനെ പിടിക്കാൻ ഞങ്ങൾ ചെന്നപ്പോഴും അവൻ കാണിച്ചത് കൺകെട്ട് വിദ്യയല്ലേ? കൺകെട്ട് വിദ്യ? എന്ത് കൺകെട്ട് വിദ്യയാണ് യേശു കാണിച്ചത്? മാൽക്കസിന്റെ നേതൃത്വത്തിൽ പ്രധാന പുരോഹിതന്റെ സേവകരും ദേവാലയ കാവൽക്കാരുമായിരുന്നു മുൻപേ. ഞാനും പുരോഹിതരും അവരുടെ പുറകെ ഉണ്ടായിരുന്നു. റോമൻ പടയാളികൾ ഞങ്ങൾക്കും പുറകിലായി. സേവകർ വാളുകളും കുന്തങ്ങളും കരുതി, വെളിച്ചത്തിന് തീപ്പന്തങ്ങളും ഉണ്ടായി. നിങ്ങൾ നിർത്തൂ ഇസ്രായേൽ. മാൽക്കസ് എന്ന് പറയട്ടെ, എന്താണ് ഉണ്ടായത്? മാർക്കസ്, നിങ്ങൾ നസ്രായനെ പിടിക്കാൻ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ ചെന്നപ്പോൾ നസ്രായൻ ഗെത്സമേനിലുണ്ടായിരുന്നു. യൂദാസ് ഓടിച്ചെന്നവന്റെ തോളിൽ പിടിച്ച് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അവന്റെ കാലിൽ ചുംബിച്ചു. എന്നിട്ട് യൂദാസ് ഓടിപ്പോയി. അടയാളം കണ്ടവിടെ ഞങ്ങൾ അയാളുടെ അടുത്ത് ചെന്നു. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നതെന്ന് അയാൾ ചോദിച്ചു. നസ്രത്തിലെ യേശുവിനെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തന്നെയാണെന്ന് അയാൾ പറഞ്ഞു. ആ സ്വരം കേട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചിലർ ബോധം കെട്ടുവീണു. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അയാൾ മന്ത്രവാദം പഠിച്ചിട്ടുണ്ടെന്ന്. അയാളുടെ മന്ത്രശക്തി കൊണ്ടാണ് സേവകർ ബോധം കെട്ടി വീഴാനിടയായത്. എന്തായാലും ഞങ്ങൾ അയാളെ ബന്ധിച്ചു. അപ്പോൾ അയാളുടെ ശിഷ്യൻ പീറ്റർ ഓടി വന്ന് വാളെടുത്ത് എന്നെ വെട്ടി. എന്റെ വലതു ചെവി മുറിഞ്ഞുപോയി. അയാൾ എന്റെ ചെവിയിൽ തൊട്ട് സുഖപ്പെടുത്തി. മാൽക്കസ്, നിന്റെ ചെവി മുറിഞ്ഞു. നീ കള്ളം പറയേ? മുറിഞ്ഞതായിട്ട് എനിക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും തിരുമേനി. മാൽക്കസ്, നീ പോകൂ. അത് അവന്റെ കൺകെട്ട് വിദ്യ അല്ലായിരുന്നു. രാത്രി 2 മണിയോട് കൂടിയാണ് യേശുവിനെ എന്റെ മുൻപാകെ ഹാജരാക്കിയത്. എന്റെ ചോദ്യങ്ങൾക്ക് അവൻ ധിക്കാരപരമായിട്ടാണ് മറുപടി പറഞ്ഞത്. അതുകൊണ്ട് സഹിക്കാൻ കഴിയാതെ ഒരു സേവകൻ അവനെ കള്ളം തളിച്ചു. കൂടുതൽ വിചാരണയ്ക്കായി അവനെ കയ്യാഫാസിന്റെ അടുത്തേക്ക് അയച്ചു. ഞാനും പോയിരുന്നു. എന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന യേശുവിനെ സംഘത്തിലെയും ശകാകളുടെ സാന്നിധ്യത്തിൽ ഞാനും അന്നാസ് പുരോഹിതരും കൂടി വിസ്തരിക്കും. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ നസ്രായനായ യേശു മതദ്രോഹിയും ദൈവദ്രോഹിയുമാണെന്ന് വെളിവായി. യഹൂദ നിയമം അനുസരിച്ച് മരണശിക്ഷയ്ക്ക് അർഹനായിരുന്നതിനാൽ അവനെ ഞങ്ങൾ ജെറൂസലേം അന്തോനിയ കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഗവർണർ പൊന്തിയോസ് പീലാത്തോസിന്റെ അടുത്തേക്ക് അയച്ചു. അത്ര അടിയന്തരമായി യാത്ര തന്നെ വിസ്തരിച്ച് കുറ്റവാളിയായി പ്രഖ്യാപിക്കാൻ യഹൂദരുടെ നിയമമായ താൽമുദിൽ വ്യവസ്ഥയുണ്ട്. നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ 2-3 സാക്ഷികളെ നിങ്ങൾ വിസ്തരിച്ചു. അടിയന്തര സാഹചര്യത്തിലാണ് ഞങ്ങൾ വിസ്തരിച്ചത്. ചില സാക്ഷികളെയും വിസ്തരിച്ചിരുന്നു. ജോസഫ്, നിങ്ങൾക്കും അറിവുള്ളതല്ലേ നാളെ സാപത്താണെന്നും ഇന്ന് വൈകുന്നേരം സാപത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ നടപടികളും പൂർത്തിയാക്കണമെന്നും?
സംഘത്തിലെയും സഭാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ആണയിട്ട് ഞാൻ തന്നെ അവനോട് ചോദിച്ചതാണ്, അവൻ ദൈവപുത്രനായ മിശിഹായാണോ എന്ന് ഞങ്ങളോട് പറയാം. അതിൽ ഇക്കാര്യത്തോടുകൂടി അവൻ പറഞ്ഞ മറുപടി, നീ തന്നെ അത് പറഞ്ഞുവല്ലോ എന്നായിരുന്നു. ഇത് കേട്ട് ക്ഷുഭിതരായ സംഘത്തിലെയും സഭാംഗങ്ങളും അവരെ ചോദിക്കുകയും മരണശിക്ഷയ്ക്ക് അർഹമായ ദൈവദൂഷണമായിരുന്നു അവൻ പറഞ്ഞത് മുഴുവൻ. അവന്റെ ഉത്തരം കേട്ട എനിക്ക് എന്റെ മേലേക്ക് വലിച്ചു കീറാതിരിക്കാൻ കഴിഞ്ഞില്ല. ഗവർണർ മരണശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ശിക്ഷാവിധി നടപ്പാക്കും. എന്താണ് മാൽക്കൂസ്? അങ്ങേ കാണാൻ ശതാധിപൻ ക്ലീറ്റസ് കാത്തു നിൽക്കുന്നു. കടന്നു വരട്ടെ. എന്താണ് ക്ലീറ്റസ്? ഗവർണറുടെ ഉത്തരവുപ്രകാരം നസ്രായനായ യേശുവിനെ പെസഹ കൂടാൻ വേണ്ടി ഇപ്പോൾ ജെറുസലേമിൽ താമസിക്കുന്ന ഹെരോദാസ് അന്തിപ്പാസിന്റെ മുമ്പാകെ ഹാജരാക്കി. പീലാത്തോസും അന്തിപ്പാസും ശത്രുതയിലല്ലായിരുന്നു. പിന്നെന്തേ അങ്ങോട്ടേക്ക് കാരണം? യേശു ഗലീലനായതുകൊണ്ടും അയാളെ ശിക്ഷിക്കാൻ ഗവർണർക്ക് എന്തോ വിഷമമുള്ളതുപോലെ തോന്നുന്നു. യേശു സീസറിന്റെ സുഹൃത്തൊന്നുമല്ലല്ലോ, പിന്നെ എന്തിനു വിഷമിക്കണം? അന്തിപ്പാസ് എന്ത് ചെയ്തു? യേശുവിനെ കൊണ്ടുചെന്നതിൽ അന്തിപ്പാസിന് വളരെ സന്തോഷമായി. അദ്ദേഹത്തിന്റെ പ്രജയല്ലയോ യേശു. യേശുവിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നത് പോലെ തോന്നി. ശിക്ഷ വിധിച്ചോ? അതോ ആ നസ്രായന്റെ മദ്രസത്തിൽ അന്തിപ്പാസും മയങ്ങിപ്പോയോ? അന്തിപ്പാസ് യേശുവിനെ ചോദിച്ചു, പക്ഷേ ശിക്ഷയൊന്നും വിധിച്ചില്ല. എന്നാൽ രാജാവിന് സ്വയം പ്രഖ്യാപിച്ചത് രാജവേഷം തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു പഴയ കുപ്പായം യേശുവിനെ ധരിപ്പിച്ചു. അപ്പോൾ അന്തിപ്പാസ് ആ തച്ചന്റെ മകനെ യഹൂദന്റെ രാജാവുമാണ് അല്ലേ? രാജാവാക്കിയോ പ്രജയാക്കിയോ എന്നൊന്നും ഞാൻ അന്വേഷിച്ചു. അന്തിപ്പാസിന്റെ നിർദ്ദേശാനുസരണം യേശുവിനെ മടക്കി കൊണ്ടുവരണം. അന്തോനിയ കോട്ടയിൽ ഗവാത്ത എന്ന കൽപ്പനത്തിൽ നിർത്തിയിട്ടുണ്ട്. അന്തിപ്പാസ് ഗവർണറെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കണമെന്ന് പ്രത്യേകം പറയുകയും അവർ തമ്മിൽ ഇപ്പോൾ സ്നേഹത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗവർണർ പോലും എവിടെയുണ്ട്? ഗവർണർ അന്തോനിയ കോട്ടയിലെ കൊട്ടാരത്തിൽ തന്നെയുണ്ട്. ഗവർണർ ആകാശസ്ഥനാണ്. ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടേയില്ല. പുലർച്ചയ്ക്ക് മുമ്പേ പ്രിത്തോറിയത്തിലെത്താൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ജനങ്ങൾ ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തിനു തയ്യാറായി പടയാളികൾ നിലയൊഴിച്ചിട്ടുണ്ട്. ശതാധിപൻ, നിങ്ങൾ പോകൂ. ഉടൻ തന്നെ ഞങ്ങൾ ഗവർണറുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നാപുരോഹിത, പീലാത്തോസ് എന്തിനെയോ ഭയപ്പെടുന്നത് പോലെ തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം. അരിപത്യാ ദിവസം നിങ്ങൾ കൂടി വരും. ഇല്ല, ഞാൻ കരുതില്ല. കുറ്റമില്ലാത്തവരുടെ മേൽ നിങ്ങൾ അനേകം കുറ്റങ്ങൾ ആരോപിച്ചു. യഹൂദ നിയമത്തിൽ അനുശാസിക്കുന്ന പ്രകാരം ഒരു വിസ്താരം പോലും നടത്താതെ ഈ രാത്രിയിൽ തന്നെ നിങ്ങൾ നസ്രായന് മരണശിക്ഷ വിധിച്ചു കഴിഞ്ഞിരിക്കുന്നു. പീലാത്തോസിനെ കൊണ്ട് അംഗീകരിപ്പിക്കാനായി നിങ്ങൾ പോകുന്നു. അതിനെന്തിന് ഞാൻ നിങ്ങളുടെ കൂടെ വരണം? ഞാൻ പോകുന്നു. പോയവൻ പോകട്ടെ. തിരുമേനിമാരെ, നമുക്ക് പോകാം പ്രിത്തോറിയത്തിലേക്ക്. ഈ രാത്രി മുഴുവൻ നമ്മൾ ഉറക്കം കിളച്ചത് വെറുതെ ആകരുത്. പീലാത്തോസ് യേശുവിന്റെ മരണവിധി എഴുതിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അന്നാപുരോഹിത, പീലാത്തോസ് വിധി എഴുതിയേ പറ്റും. യേശു ദൈവദൂഷണം മാത്രമല്ല രാജ്യദ്രോഹവും പ്രസംഗിച്ചവനാണെന്ന് നമുക്ക് പീലാത്തോസിനോട് പറയാം. റോമൻ മേൽക്കോയ്മയ്ക്കെതിരായി വിപ്ലവം സംഘടിപ്പിക്കുന്നുവെന്നും സീസറിന് കപ്പം കൊടുക്കേണ്ടത് ജനങ്ങളോട് പ്രസംഗിച്ചുവെന്നും നമുക്ക് പറയാം. സാക്ഷികളെയും നമുക്ക് ഹാജരാക്കാം. അപ്പോൾ നസ്രയനെ മരണശിക്ഷയ്ക്ക് വിധിക്കാതിരിക്കാൻ പീലാത്തോസിന് കഴിയില്ല. വരൂ, നമുക്ക് അന്തോനിയ കോട്ടയിലേക്ക് പോകാം. നേരം പുലരാറായിരിക്കുന്നു. എന്തൊരു തണുപ്പ്! ഒരു കഷ്ണം മുഴുവൻ കൂടി എടുത്ത് ആ നെരിക്കോട്ടിലോട്ട് വന്നിട്ട്. അതാ പ്രത്തോറിയത്തിൽ കൂടുതൽ പട്ടാളക്കാർ വന്നിരിക്കുന്നല്ലോ. അതിരാവിലെ ഗവർണർക്ക് തന്നെത്താൻ വരികയാണ്. എനിക്ക് സംശയം. അതാ ഗവർണർ പ്രിത്തോറിയത്തിലേക്ക് വരുന്നു. ബഹളം കാരണം രാത്രിയിൽ ശരിക്കും ഉറങ്ങാൻ പോലും പറ്റിയില്ല. നിങ്ങൾ അവിടെ ഇരിക്കും. ശരീരം ഒന്നുകൂടി ചൂടാക്കിയിട്ട് നമുക്ക് കൊട്ടാരത്തിനുള്ളിലേക്ക് പണികൾക്ക് പോകാം. നിൽക്കവിടെ. നിങ്ങൾ ആരാണ്? ഒരു കള്ളലക്ഷണമുണ്ടല്ലോ. അല്ല, ഞാൻ ഗലീലിയോ കടൽ തീരത്ത് മീൻ പിടിച്ച് ജീവിക്കുന്ന ഒരു മുക്കുവൻ.
നിനക്കവിടെ ഗവർണർ താമസിക്കുന്ന കോട്ടയിൽ എന്തുവാ കാര്യം? അല്ല, ആ നസ്രായൻ ഗലീലയിൽ നിന്നുള്ളവൻ. അപ്പോൾ ഇവനും അവന്റെ ശിഷ്യൻ തന്നെയാണ് തോന്നുന്നു. ഇല്ല, ഞാൻ അയാളെ അറിയുക പോലുമില്ല. ഇയാൾ പറയുന്നത് കള്ളമാണ്. ഇയാൾ ആ നസ്രായന്റെ കൂടെ ജെറുസലേം തെരുവീതികളിലൂടെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇയാളും അയാളുടെ ശിഷ്യൻ തന്നെയാണ്. യഹോവയാണ് സത്യം. ഞാൻ അയാളെ കണ്ടിട്ട് പോലുമില്ല. സത്യം, സത്യം, സത്യം. അയ്യോ ഗുരുവേ, ഞാൻ എന്തൊരു ഭീരു. അയാളും അവന്റെ ശിഷ്യൻ തന്നെയാണ്, എനിക്ക് തീർച്ചയുണ്ട്. അതിന് നമുക്കെന്താ? അവിടെ റോമൻ പടയാളികൾ കാവലുണ്ട്, അവർ നോക്കിക്കോളൂ. ആ നസ്രായന്റെ വിസ്താരം കഴിഞ്ഞോ? ഗവർണർ പ്രിത്തോറിയത്തിലുണ്ട്. പ്രധാന ആചാര്യൻ കയ്യപ്പാസും മഹാപുരോഹിതൻ ഹന്നാസും യഹൂദ പ്രമാണികളും എല്ലാം അവിടെയുണ്ട്. കോട്ടയ്ക്ക് പുറത്തും പ്രിത്തോറിയത്തിന്റെ മുൻവശത്തും കൂടിയിരിക്കുന്ന ജനക്കൂട്ടത്തിന്റെ ഇടയിലും പുരോഹിതരും പ്രമാണികളുമുണ്ട്. എന്ത് ജനക്കൂട്ടം! ആ കൂടിയിരിക്കുന്നവരെല്ലാം പുരോഹിതന്മാരുടെയും പ്രമാണികളുടെയും സേവകരും ആൾക്കാരും ഒക്കെയാണ്. ഗവർണർ ആ നസ്രായനെ വിട്ടയക്കുമെന്നാണ് തോന്നുന്നത്. വിടും വിടും, അതിനുള്ള ധൈര്യമൊന്നും പീലാത്തോസിനില്ല. പീലാത്തോസിന് കയ്യപ്പാസ് തിരുമേനിയെയും സൻഹദ്രീൻ സംഘത്തെയും പേടിയാ. അവർ റോമിൽ ചെന്ന് സീസർ തിരുമേനിയോട് പറഞ്ഞാൽ മതി, അപ്പോഴേ പീലാത്തോസ് ഇവിടുന്ന് ഓടും. അതാ ശതാധിപൻ ആരെയോ ബന്ധിച്ചുകൊണ്ട് വരുന്നു. വരും, നമുക്ക് ഇവിടെ നിന്ന് പോയേക്കാം. എന്നെ തള്ളാതെ ഞാനിവിടെ ഒന്ന് നിൽക്കട്ടെ. ഈ പുലർ വെളിച്ചം ഞാനൊന്ന് കാണാം. 4 വർഷങ്ങളായി വെളിച്ചം കാണാത്ത അന്തോണിയൻ കോട്ടയുടെ കടലകൾ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് എന്നെ അത് പുറത്തു കൊണ്ടുവന്നത്. ഞാൻ റോമിൽ നിന്നും ജെറുസലേമിലേക്ക് വന്നിട്ട് 1 വർഷമേയാണ്. നിന്റെ കഥയൊന്നും എനിക്കറിയില്ല. ഇത്ര വലിയ ശിക്ഷ വിധിക്കപ്പെട്ട് എന്ത് കുറ്റമാണ് നീ ചെയ്തത് ബറാബാസ്? യഹൂദ ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുവാൻ ഞാനും എന്റെ സുഹൃത്ത് യുവദാസും കുറച്ച് യുവജനങ്ങളും തയ്യാറായി. മതമേധാവികളുടെയും പരീക്ഷകരുടെയും നിയമജ്ഞരുടെയും അഴിമതികളെയും അക്രമങ്ങളെയും ഞങ്ങൾ ചോദ്യം ചെയ്തു. അതിനാണോ ഇത്ര വലിയ ശിക്ഷ നിനക്ക് കിട്ടിയത്? അല്ല, ഒരു സായാഹ്നത്തിൽ ഞാനും യുവദാസും കൂടി ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ കണ്ടത് ദേവാലയത്തിന്റെ മറവിൽ വെച്ച് ഗബ്രിയേൽ പരീശൻ ഒരു സാധു യഹൂദ യുവതിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എന്നിട്ട് അത് തടയാൻ ശ്രമിച്ച് എനിക്ക് പരീശനുമായി സംഘടനത്തിൽ ഏർപ്പെടേണ്ടി വന്നു. പരീശൻ കൊല്ലപ്പെട്ടു. ദേവാലയ സേവകർ ഓടി വന്ന് എന്നെ ബന്ധിച്ചു. എന്നെ റോമൻ ന്യായാധിപതിയുടെ മുമ്പിൽ ഹാജരാക്കി. എന്നോട് വിരോധമുണ്ടായിരുന്ന പുരോഹിതരും യഹൂദ പ്രമുഖരും എനിക്കെതിരായി സംഘടിച്ചു. അവർ കള്ളസാക്ഷികളെ ഹാജരാക്കി. ഞാൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആ യുവതി പോലും എനിക്കെതിരായി സാക്ഷി പറഞ്ഞു. ഞാനാണ് അവരെ ബലാത്സംഗം ശ്രമിച്ചത്. നിങ്ങളെ ഇപ്പോൾ ഗവർണറുടെ മുൻപാകെ ഹാജരാക്കാൻ പോവുകയാണ്. ദൈവഭൂഷണവും രാജ്യദ്രോഹവും പ്രസംഗിച്ച ഒരു കുറ്റവാളിയെ പ്രിത്തോറിയത്തിൽ ഗവർണറുടെ മുമ്പാകെ നിൽക്കുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ അതുകൊണ്ട് എനിക്കെന്ത് ഗുണം? പെസഹ ദിനത്തിൽ ഒരു കുറ്റവാളിയെ മോചിപ്പിക്കേണ്ടത് യഹൂദരുടെ ആചാരം. ഗവർണറുടെ മുൻപിൽ ഇപ്പോൾ നിൽക്കുന്ന കുറ്റവാളിയെ മരണശിക്ഷയ്ക്ക് വിധിക്കണമെന്നാണ് പുരോഹിതരും പ്രമാണികളും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ നിനക്ക് മോചനം കിട്ടിയേക്കാം. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ തക്ക എന്ത് വലിയ കുറ്റമാണ് അയാൾ ചെയ്തിരിക്കുന്നത്? അതെല്ലാം നിനക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാൻ സാധിക്കും. നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അവന്റെ രക്തം ഞങ്ങളുടെ മേലും
ഞങ്ങളുടെ സന്താനങ്ങളുടെ മേലും വീഴുകൊള്ളട്ടെ. ഞാൻ എന്തൊരു ഭീരുവാണ്. നാഥനും രക്ഷകനുമായ എന്റെ ഗുരുവിനെ ഞാൻ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. കടലിനോട് മല്ലിട്ട് നടന്ന എന്നെ വിളിച്ച് തന്റെ ശിക്ഷപ്രമുഖനാക്കിയ ഗുരുവിനെ ഞാൻ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഇല്ല, ഇനി ഞാൻ കള്ളം പറയുകയില്ല. എന്റെ ഗുരു എന്നെ കരുണയോട് കൂടി നോക്കി. എന്നോട് എന്റെ ഗുരു ക്ഷമിച്ചിരിക്കുന്നു. എനിക്കിനി ആരെയും ഭയമില്ല. എനിക്കിനി സത്യം മാത്രം മതി. നിങ്ങൾ ആരാണ്? ഈ നാട്ടുകാരനാണ്? എന്താണ് ഇവിടെ നടക്കുന്നത്? ഞാൻ സൈമൺ പീറ്റർ, ഗലീലയിലെ ബെത്സയിദയിൽ ജനിച്ചു വളർന്നത്. ഞാനും എന്റെ സഹോദരൻ ആന്ത്രയോസും മീൻപിടുത്തക്കാരായിരുന്നു. ഗുരു വിളിച്ചു. ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവിടുത്തെ പിന്നാലെ ചെന്നു. ഞാൻ ബറാബാസ്. ഇന്ന് തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട കുറ്റവാളി. എനിക്ക് പകരം അവർ ഒരു ഗലീലയാണല്ലോ മരണത്തിൽ വിധിച്ചിരിക്കുന്നത്. അയാളെ നിങ്ങൾ അറിയുമോ? ആ ഗലീലയിലെ ശിക്ഷയാണ് ഞാൻ. അല്പം മുമ്പ് ആ ഗുരുവിനെ തള്ളിപ്പറഞ്ഞ് ശപിക്കപ്പെട്ട ശിക്ഷ. അതാ അവിടെ ആ കൽത്തളത്തിൽ ബന്ധനസ്ഥനായി നിൽക്കുന്നതാണ് എന്റെ ഗുരു. നിങ്ങൾ ആ മനുഷ്യന്റെ ശിഷ്യനാണെങ്കിൽ നിരാശപ്പെടേണ്ടത്. പിലാത്തോസിന്റെ മുമ്പിൽ നിന്നിരുന്ന ആ മനുഷ്യന്റെ തലയിൽ ഒരു മുൾക്കിരീടം അടിച്ചു തറച്ചു കയറ്റിയും ഒരു ചുവന്ന മേലകയും ധരിപ്പിച്ചിരുന്നു. ദേഹം മുഴുവനും അടികൊണ്ട് മുറിഞ്ഞ് പാടായിരുന്നു. എന്നിട്ടും ആ മനുഷ്യൻ ശാന്ത ഗംഭീരനായിരുന്നു. എന്റെ ഗുരു നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ബറാബാസ്? സംസാരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. എങ്കിലും ദൃഢസ്വരത്തിൽ ഗവർണറോട് പറയുന്നത് ഉന്നതങ്ങളിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്റെ മേൽ ഒരു അധികാരവും താങ്കൾക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്ന്. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ പീറ്റർ? എനിക്കറിയാം. എന്റെ ഗുരു ഉന്നതങ്ങളിൽ നിന്നും വന്നവനാണ്. യഹോവ ഇസ്രായേൽ ജനതയ്ക്ക് വാഗ്ദത്തം ചെയ്ത രക്ഷകൻ അവനാണ്. താങ്കളുടെ ഗുരുവിനെ കരുണയോടുകൂടി നോക്കി. ആ നോട്ടം എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചലനമുണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ മുഖത്ത് ഞാൻ ദർശിച്ച അലൗകിക സൗന്ദര്യം എന്റെ മനസ്സിൽ ശാശ്വതമായി പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ നീ രക്ഷയുടെ വഴിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ബറാബാസ്. എല്ലാം അറിയുന്നവനാണ് എന്റെ ഗുരു. ഇന്ന് കോഴി 3 പ്രാവശ്യം കൂവുന്നതിന് മുൻപ് ഞാൻ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് പോലും അവിടുന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ രാത്രി റോമൻ പടയാളികൾ നമ്മുടെ നാഥനെ പിടിച്ചുകൊണ്ട് പോയതായിരുന്നു. നാഥൻ എവിടെ പീറ്റർ? അതാ അവിടെ ഗവർണർ പീലാത്തോസിന്റെ പ്രത്തോറിയിൽ. നമുക്കും നാഥന്റെ അടുത്തേക്ക് പോയിക്കൂടെ? പറ്റില്ല. അവിടെ മുഴുവൻ പടയാളികളാണ്. ഗവർണറുടെ അടുത്ത് പുരോഹിത പ്രമുഖരും യഹൂദ പ്രമാണികളും നമ്മളെ അങ്ങോട്ട് കടത്തിവിടുകയും ഗുരുവിന്റെ പേരിൽ അവർ അനേകം കുറ്റങ്ങൾ ആരോപിച്ച് വിസ്താരം നടത്തി ശിക്ഷയും വിധിച്ചു കുരിശു മരണം. ഇന്നലെ നാഥനോടൊപ്പം നിങ്ങളൊക്കെ ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി സഹിയോൻ ഊട്ടുശാലയിൽ പെസഹ ഭക്ഷിക്കുന്നതിന് ഗുരുവിനോടൊപ്പം ഞങ്ങൾക്ക് 12 പേരുണ്ടായിരുന്നു. എല്ലാം മുൻകൂട്ടി അറിയുന്നത് പോലെ ഉണ്ടായിരുന്നു അവിടുത്തെ പ്രവൃത്തികളും വാക്കുകളും. അവിടുന്ന് ഞങ്ങളുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചു അപ്പവും വീഞ്ഞി ഞങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, അത് അവിടുത്തെ മാംസരക്തങ്ങളാണ്. എന്നെ ശിക്ഷ പ്രമുഖനുമാണ്. അങ്ങ് തന്നെയാണല്ലോ അതിനർത്ഥം. അമ്മയെയും ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് അങ്ങ് എപ്പോഴും ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്നുവല്ലോ. എന്നിട്ടും ഈ രാത്രിയിൽ ഞാൻ എന്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞു എനിക്ക് മുക്തി കിട്ടുമോ മേരി? എല്ലാം ക്ഷമിക്കുന്നവനല്ലേ നല്ലവനായ നമ്മുടെ ഗുരു? പാപിനിയായിരുന്ന എന്റെ പാപങ്ങൾ ക്ഷമിച്ച് എനിക്ക് മുക്തി തന്നവനല്ലേ നമ്മുടെ നാഥൻ? പീറ്റർ, നിങ്ങൾ വിഷമിക്കാതെ. എല്ലാം മുൻകൂട്ടി കണ്ടവനല്ലേ നിങ്ങളുടെ ഗുരു. ആ ഗുരുവിന് നിങ്ങളോട് ക്ഷമിക്കാതിരിക്കാൻ പറ്റുമോ? ഇന്ന് നിങ്ങൾ ഗുരുവിനെ കണ്ടോ? ഒരു തടവുകാരനായി ഗവർണറുടെ മുമ്പിൽ നിൽക്കുന്ന ഗുരുവിനെ ഞാൻ കണ്ടു. ദേഹം മുഴുവനും മുറിവുകളേറ്റു, കൺപോളകൾ വീർത്തു, തീർത്തു അംശനായിരുന്നെങ്കിലും അവിടുന്ന് എന്നെ നോക്കി. ആ കണ്ണുകളിൽ കരുണയുടെ തിളക്കം ഞാൻ കണ്ടു. എല്ലാത്തിനും ഉപരി ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നുവെന്ന്
ഗുരുവിനെ അറിയാമേ. മറ്റു ശിഷ്യന്മാരെല്ലാം എവിടെ പോയി പീറ്റർ? ഗുരുവിനെ പിടിച്ചതറിഞ്ഞപ്പോ എല്ലാവരും ഓടിപ്പോയി. പഴയ എവിടെയൊക്കെയോ ഒളിച്ചിരിക്കുന്നു. വിസ്താരം കഴിഞ്ഞു. ഗവർണർ ശിക്ഷയിലിട്ടു. ഗോൽഗോത്ത കുന്നിന്റെ ഉച്ചിയിൽ മരക്കുരിശിൽ തറച്ചു കൊല്ലണമെന്ന് പുരോഹിതരുടെ നിർബന്ധത്തിൽ അവസാനം ഗവർണർ പറഞ്ഞു. ബറാബാസ് നിനക്ക് പകരമാണ് യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നത്. ഈ മോചനം എനിക്ക് വേണ്ടായിരുന്നു. ശിക്ഷ നടപ്പാക്കേണ്ടത് ഞാൻ തന്നെ. ഇന്ന് സാബത്ത് തുടങ്ങുന്നതിന് മുൻപ് എല്ലാം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒരു നീതിമാനെയാണോ ഞാൻ കുരിശിൽ തറയ്ക്കാൻ പോകുന്നത്? പീറ്റർ, എനിക്ക് പകരം കുരിശിൽ മരിക്കാൻ പോകുന്നത് ഒരു നീതിമാനാണോ? അതെ ബറാബാസ്. മേരി വരും, നമുക്ക് പോകാം. നീ അമ്മയോടൊത്ത് ഗോൽഗോഥയിലേക്ക് പോകും. മറ്റ് ശിഷ്യന്മാർ എവിടെയുണ്ടെന്ന് ഞാൻ അന്വേഷിച്ചിട്ട് വരാം. രക്തദാഹികളായ പുരോഹിതർ ഇന്നലെ പെസഹ ഒരുക്കുവാൻ ആയിരക്കണക്കിന് കുഞ്ഞാടുകളുടെ രക്തം അവർ ജെറുസലേം ദേവാലയത്തിൽ ഒഴുകി. ഇന്നിതാ ഒരു നീതിമാൻ രക്തം ഗോൽഗോഥാ കുന്നിന്റെ ഉച്ചിയിൽ വീഴ്ത്തുവാൻ പോകുന്നു. ഞാൻ നശിച്ചു. യൂദാസ്, നീ എന്തിനോട് വന്നു? അത് എന്റെ ഗുരുവിനെ അവർ കുരിശിൽ തറച്ചു കൊല്ലാൻ കൊണ്ടുപോകുന്നു. വരൂ ബറാബാസ്, നമുക്ക് പോയി ഗുരുവിനെ മോചിപ്പിക്കാം. നീ എന്ത് വിഡിത്തരമാണ് പറയുന്നത്? റോമൻ പടയാളികളുടെ മധ്യത്തിൽ ഗവർണറുടെ കോട്ടയ്ക്കുള്ളിൽ നിൽക്കുന്ന ആ മനുഷ്യനെ നമ്മൾ രണ്ടുപേർ കൂടി ചെന്നാൽ മോചിപ്പിക്കാൻ പറ്റുമെന്നാണ് നീ പറയുന്നത്. മോചിപ്പിക്കാൻ പറ്റുകയില്ലേ? ഇല്ല. നിന്റെ ഗുരുവാണോ ആ ഗലീലിയൻ? അതെ. 3 വർഷം ഞാൻ അവിടുത്തോടൊപ്പമായി. അവിടുത്തെ സ്നേഹ പരിലാളനങ്ങൾ ഏറ്റത്. എന്നിട്ടും ഞാൻ അവിടുത്തെ ഒറ്റിക്കൊടുത്തു. ഞാൻ കവളിൽ ചുംബിച്ച് കാണിച്ചു കൊടുത്തത് കൊണ്ടാണ് അവർക്ക് ഗുരുവിനെ പിടിക്കാൻ സാധിച്ചത്. എന്റെ പ്രിയ സുഹൃത്തിനെ എങ്ങനെ സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുക്കാൻ മനസ്സ് വന്നു? എങ്ങനെ നീ ഇത്ര വലിയ വഞ്ചകനായി മാറി? എന്റെ പിതാവും സഹോദരിയും പ്രധാന പുരോഹിതൻ കയ്യപ്പാസ് കൂടി എന്നെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. ഗുരുവിനെ അവർക്കൊന്ന് കാണിച്ചു കൊടുത്താൽ മതി, ഗുരുവിനെ അവരും ആദരിക്കാമെന്ന് പറഞ്ഞു. അതിനവർ 30 ഷെയ്ക്കൽ എനിക്ക് പ്രതിഫലം തന്നു. 30 വെള്ളിക്കാശിന് സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്ത് നീരാ. നിനക്ക് ജന്മം തന്ന മാതാപിതാക്കളും നിന്റെ സഹോദരിയും ശമിക്കപ്പെട്ടവരാകട്ടെ. ബറാബാസ്, നീ എന്റെ ബാല്യകാല സുഹൃത്തല്ലേ? ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? നീ എന്റെ സുഹൃത്തല്ല, എന്റെ സുഹൃത്ത് മരിച്ചു പോയിരിക്കുന്നു. സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്ത നീ പണത്തിന് വേണ്ടി അവസരം കിട്ടിയാൽ എന്നെ ഒറ്റിക്കൊടുക്കും. രാജകീയമായി ജെറുസലേമിലേക്ക് എഴുന്നള്ളിയ എന്റെ ഗുരു റോമാക്കാരെ ഓടിച്ച് ജെറുസലേം വീണ്ടെടുക്കുമെന്നും ദാവീദിന്റെ നഗരത്തിൽ ശക്തമായ ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കുമെന്നും ഞാൻ വിശ്വസിച്ചു പോയി. ബറാബാസ്, സമ്പത്തും അധികാരവും നിന്നെ തേടി എത്തുമെന്ന് നീ വിശ്വസിച്ചു. നിന്റെ പിതാവും പണത്തിന് വേണ്ടി ഏത് നീചത്തരവും ചെയ്യുന്ന ആളാണല്ലോ. നിനക്ക് പണ്ടും പണത്തിനോടുള്ള ആർത്തി ഒട്ടും കുറവായിരുന്നില്ലല്ലോ. ഞാൻ അവരോട് പണം ചോദിച്ചില്ല, കയ്യപ്പാസ് എന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ചതാണ്. എന്റെ ഗുരുവിന്റെ വിലയായിക്കിട്ട് ഈ പണം ഇനി എനിക്ക് വേണ്ട. നീ ആ പണം കൊണ്ടുപോയി പുരോഹിതരുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കൂ. നീതിമാന്റെ രക്തത്തിന്റെ വിലയാണ് ആ പണം. അവന്റെ അഗ്നിയിൽ ശലോമോന്റെ ദേവാലയം പൊട്ടിത്തകരട്ടെ, ദാവീദിന്റെ നഗരം കത്തി നശിക്കട്ടെ. എന്നിട്ട് നീ പോയി കെട്ടിഞ്ഞാന്ന് ചാടൂ. പോകോയില്ല, എന്റെ മുന്നിൽ നിന്ന് പോകൂ. ശപിക്കപ്പെട്ട നിന്നെ എനിക്ക് നീ ഒരിക്കലും കാണണ്ട. നന്ദി കെട്ടവനെ, പോയി ചാടൂ.